പ്രിയപ്പെട്ട നമസ്കാരം, ജെൻസനാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് റേറ്റ് വേഴ്സസ് റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റ് എന്താണെന്നുള്ളതാണ്, അഥവാ ഡിമിനിഷിംഗ് റേറ്റ് എന്താണ്. അതുപോലെ തന്നെ ഡിമിനിഷിംഗ് റേറ്റും ഫ്ലാറ്റ് റേറ്റും തമ്മിലുള്ള പലിശയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പേഴ്സണൽ ലോണോ ഒരു കാർ ലോണോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അതല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം പേഴ്സണൽ ലോണോ കാർ ലോണിലോ നിങ്ങൾക്ക് ആവശ്യം വന്നാൽ, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ രണ്ട് ലോണുകൾ എടുക്കാൻ ബാങ്കിനെ സമീപിക്കാവൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് കാണാം. നിങ്ങൾ ഒരു കാർ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ ആദ്യം എൻക്വയറി നടത്തേണ്ടുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകളിലായിരിക്കണം. രണ്ടാമത് ഷെഡ്യൂൾഡ് ബാങ്കുകളിലും, മൂന്നാമത് മാത്രമാണ് പ്രൈവറ്റ് ബാങ്കുകളിലും, നാലാമതും അവസാനവുമായിട്ട് NBFCകളിലുമാണ് നിങ്ങൾ എൻക്വയറി നടത്തേണ്ടത്. ഈ ക്രമത്തിൽ വേണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പേഴ്സണൽ ലോണ് അതുപോലെ തന്നെ കാർ ലോൺ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻക്വയറി നടത്താൻ. നമ്മളൊരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നേരെ ഒരു ഷോറൂമിൽ ചെല്ലുന്നു. ഷോറൂമുകാരോട് ഡീറ്റെയിൽ എല്ലാം സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഷോറൂമിന്റെ എക്സിക്യൂട്ടീവ് നിങ്ങളോട് പറയും, ഞങ്ങളുടെ ഏജന്റ് നിങ്ങളെ വിളിച്ചിട്ട് ലോണിന്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമെന്ന്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഷോറൂമുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ബാങ്കുകളുടെ ഏജന്റ്സ് ആയിരിക്കും നിങ്ങളെ വിളിച്ച് ഡീറ്റെയിൽ എല്ലാം സംസാരിക്കുന്നത്. ഏത് ഏജന്റ് ഡീറ്റെയിൽ വിളിച്ച് സംസാരിച്ചാലും തീർച്ചയായിട്ടും അത് ആദ്യം ഏത് ബാങ്കുകളിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, NBFC, ഈ ക്രമത്തിൽ മാത്രം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ പ്രയോറിറ്റി നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് EMIയുടെ കാര്യങ്ങളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളും അതുപോലെ എത്ര വർഷത്തേക്കാണ് ലോണെന്നും ഏത് സ്ഥാപനങ്ങളിൽ നിന്നാണ്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസുകളിൽ നിന്നാണോ ഗവൺമെന്റ് ബാങ്കുകളിൽ നിന്നാണോ എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിനെ സമീപിക്കണം. ബാങ്കിനെ ഡയറക്റ്റ് സമീപിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രിഫറൻസ് നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കുമാണ്. അവരെ സമീപിച്ചു കഴിയുമ്പോൾ അവർ നിങ്ങളോട് പറയുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9% പക്ഷെ നിങ്ങളുടെ ഏജന്റ് നിങ്ങളെ വിളിച്ച ഷോറൂമുകളിൽ നിന്നുള്ള ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 6.5 മുതൽ 7% വരെ പരമാവധി പലിശ നിരക്കാവത്തുള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാത്ത ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 9% പലിശ എന്ന് പറയുന്നതിനെക്കാട്ടിൽ താഴെയാണ് 7% പലിശ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 7% പലിശ ഉള്ളിടത്ത് നിന്ന് ലോൺ എടുക്കും പല കസ്റ്റമേഴ്സും. സംഭവിക്കുന്നത് ഫ്ലാറ്റ് റേറ്റും ഡിമിനിഷിംഗ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകാതെയാണ് അവർ ലോൺ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തുകൊണ്ടാണ് നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്കുകളും പ്രത്യേകിച്ച് റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റ് ലോൺ എടുക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്ലാറ്റ് വേഴ്സസ് റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റിന്റെ EMI കാൽക്കുലേറ്റർ ആണിത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ കാർ ലോൺ എടുക്കാൻ ചെല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ഒരു 6-7 ലക്ഷം രൂപയൊക്കെ കാർ ലോൺ എടുക്കുന്നവരാണെങ്കിൽ ഫ്ലാറ്റ് റേറ്റും റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 7 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാലാവധി പരമാവധി വാഹനങ്ങൾക്ക് 7 വർഷമാണ് ഇപ്പോൾ കിട്ടുന്നത്. 10 വർഷം വരെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നോർമലി കിട്ടുന്നത് 7 വർഷം. നമുക്ക് 7 വർഷം കാൽക്കുലേറ്റ് ചെയ്യാം. EMI സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ജൂലൈ 2024 EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് NBFCകൾ തരുന്നത് ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും. ഫ്ലാറ്റ് റേറ്റ് തരുന്നത് 7%, എന്നാൽ നാഷണലൈസ്ഡ് ബാങ്ക് തരുന്ന ഡിമിനിഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 9%. ഈ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7% വരുന്നു. ലോൺ എമൗണ്ട് 7 ലക്ഷം രൂപയാണ്. EMI വരുന്നത് 12,417 രൂപയാണ്. ഒരു മാസം നിങ്ങൾ EMI അടയ്ക്കേണ്ടത്. പലിശ മൊത്തമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് 3,43,000 രൂപ പലിശ മാത്രമായിട്ട് അടയ്ക്കണം. ടോട്ടൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് 10,43,000 രൂപ. 84 മാസം, 7 വർഷത്തെ കാലാവധിയാണ്. നിങ്ങൾക്ക് ലോൺ തീരുന്ന സമയത്ത് 2031 ലോൺ തീരും. അതേസമയത്ത് ഇവിടെ ഫ്ലാറ്റ് റേറ്റ് 7%, ഇവിടെ ഡിമിനിഷിംഗ് റേറ്റ് 9% ആയപ്പോൾ 7 ലക്ഷം രൂപ തന്നെ രണ്ട് സ്ഥലത്തും ഒരേപോലെ തന്നെ അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ EMI നോക്കിക്കേ, EMI ഫ്ലാറ്റ് റേറ്റില് 7% 12,417 രൂപ. അതേസമയത്ത് 9% പലിശയ്ക്ക് 11,262 രൂപ മാത്രം. ഇതാണ് ഫ്ലാറ്റ് റേറ്റും ഡിമിനിഷിംഗ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പലിശ വരുന്നത് നോക്കിയാൽ 3,43,000 രൂപ പലിശ വരുന്ന സമയത്ത് ഇവിടെ പലിശ വരുന്നത് നോക്കിയേ 2,46,038 രൂപ മാത്രമാണ് ഇവിടെ പലിശ വരുന്നത്. ടോട്ടൽ പേയ്മെന്റ് 10,43,000 രൂപ വരുന്നിടത്ത് ഇവിടെ 9,46,000 രൂപ മാത്രമേ റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റ് ലോൺ എടുത്ത കസ്റ്റമറിന് വരുന്നുള്ളൂ. മാത്രമല്ല ഫ്ലാറ്റ് റേറ്റിൽ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
പ്രീ ക്ലോഷർ ചാർജസും പ്രീപേയ്മെന്റ് ചാർജസും ഉണ്ടാകാറുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് EMI ഡിഫറൻസും ടോട്ടൽ പലിശയുടെ ഡിഫറൻസും നമുക്ക് നോക്കാം. 7% പലിശയ്ക്ക് ലോൺ എടുത്ത ഫ്ലാറ്റ് റേറ്റ് ലോൺ എടുത്ത ഒരു കസ്റ്റമർ 12,417 രൂപ EMI അടയ്ക്കേണ്ടി വരുമ്പോൾ റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റിൽ 9% എടുത്ത കസ്റ്റമർ 11,262 രൂപ മാസം മാത്രമാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതായത് 1,154 രൂപ ഒരു മാസം പലിശ ഇനത്തിൽ ഫ്ലാറ്റ് റേറ്റിനകത്തിൽ നിന്ന് വ്യത്യസ്തമായി ഡിമിനിഷിംഗ് റേറ്റിൽ ലോൺ എടുത്തവർക്ക് ലാഭമാണ്. അതുപോലെ തന്നെ മൊത്തം പലിശ വരുന്നത് 7% ഫ്ലാറ്റ് റേറ്റിന് എടുത്ത കസ്റ്റമർ 3,43,000 രൂപ അടയ്ക്കേണ്ടി വരുമ്പോൾ 9% ഡിമിനിഷിംഗ് റേറ്റ് എടുക്കുന്ന കസ്റ്റമർ 1,00,000 രൂപയ്ക്ക് അടുത്ത ഡിഫറൻസ് ആണ് ആ കസ്റ്റമറിന് ലാഭമായിട്ടുണ്ടാകുക. ഒരു കാര്യം കൂടെ നോക്കാം. അതായത് ഇവിടെ മൊത്തം മുതൽ അടയ്ക്കേണ്ടി വരുന്നത് 67%, പലിശ അടയ്ക്കേണ്ടി വരുന്നത് 33%, 7% ഫ്ലാറ്റിൽ എടുക്കുന്ന സമയത്ത്. അതേ സമയത്ത് 9% ഡിമിനിഷിംഗ് റേറ്റിൽ എടുക്കുന്ന കസ്റ്റമറിന് 74% മുതലും 26% മാത്രമാണ് പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടി വരുന്നത്. ഇവിടെ 33% പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടി വരുമ്പോൾ 26% മാത്രമാണ് ഇവിടെ പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഫ്ലാറ്റ് റേറ്റും അതുപോലെ തന്നെ റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എപ്പോൾ ഒരു കാർ ലോൺ എടുക്കാൻ ആഗ്രഹിച്ചാലും പേഴ്സണൽ ലോൺ എടുക്കാൻ ആഗ്രഹിച്ചാലും തീർച്ചയായിട്ടും ഫ്ലാറ്റ് റേറ്റ് ആണോ ഡിമിനിഷിംഗ് റേറ്റിലാണോ ലോൺ കിട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ചിട്ട് വേണം ബാങ്കുകളെ സമീപിക്കാൻ. എല്ലായ്പ്പോഴും നിങ്ങൾ ഒരു ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എൻക്വയറി നടത്തേണ്ടുന്നത് നാഷണലൈസ്ഡ് ബാങ്കിന് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് ഷെഡ്യൂൾഡ് ബാങ്ക്, മൂന്നാമത് മാത്രമാണ് പ്രൈവറ്റ് ബാങ്ക്സിന്, നാലാമതായിട്ട് NBFCകൾ. ഈ ക്രമത്തിൽ മാത്രമാണ് നിങ്ങൾ ലോണിന് ബാങ്കുകളെ സമീപിക്കാവൂ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏത് ബാങ്കിൽ NBFC ആണെങ്കിലും പ്രൈവറ്റ് ബാങ്ക്സ് ആണെങ്കിലും ഗവൺമെന്റ് ബാങ്ക്സ് ആണെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണെങ്കിലും നിങ്ങൾ എൻക്വയറി നടത്തുന്ന സമയത്ത് 1,00,000 രൂപയ്ക്ക് EMI എത്രയാകുമെന്ന് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കണം. ഇതുപോലെ എല്ലായിടത്തും EMI എത്രയാണെന്നാണ് പ്രധാനമായിട്ട് ചോദിക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ EMI ആരാണോ കോട്ട് ചെയ്ത് തരുന്നത് അവിടെ നിന്ന് നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക. ഡെയിലി ഡിമിനിഷൻ അല്ലെ റെഡ്യൂസിംഗ് ബാലൻസ് റേറ്റ് ഉള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലാഭം ഇതിനകത്ത് നിന്നുണ്ടാകുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.